ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ഞാൻ മാത്രമല്ല നിങ്ങളും കൂടി വേണം. അപ്പോൾ എന്താ ഫസ്റ്റ് തുടങ്ങാമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നടക്കുന്ന ചെറിയ കാര്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ ഫേസ്. എന്താണെന്ന് വെച്ചാൽ സൂര്യൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുഖത്ത്. ഞാൻ കാണിച്ചു തരാം. നല്ല രസമില്ലേ ഗൈസ്? അപ്പം നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഇരുമ്പാമ്പുളി ഇതാണ് കേട്ടോ. ഇതാണ് ഇരുമ്പാമ്പുളി. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ. ക്യാമറ കുറച്ച് ഇങ്ങോട്ട് ആക്കുക, കുറച്ച് ഇങ്ങനെ. അപ്പം ഇത് ഞാൻ ഗൈസ് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഇതാ ഇവിടെ കോവയ്ക്ക ചെടിയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ അറിയുണ്ടാവും, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കോവയ്ക്ക ചെടിയിൽ കോവയ്ക്ക വന്നിട്ടുണ്ടോ എന്നാണ് നമ്മളിനി നോക്കാൻ പോണത്. ഒരു പിന്ത് കോവയ്ക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും വലിക്കുന്നില്ല. നിങ്ങൾ കണ്ടാതാ, ഇതാണ് ആ കോവയ്ക്ക. അപ്പോൾ വലിയ കോവയ്ക്ക ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്ന് വലിച്ചു നോക്കാം കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട്. യെസ്, അങ്ങനെ കോവയ്ക്ക കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കോവയ്ക്ക കിട്ടി. അത് വലിച്ചിട്ട് വരുന്നില്ലല്ലോ. എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളറും കോവയ്ക്കിൻ്റെ കളറും നല്ല രസമുണ്ടല്ലേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ആ ഒരു വീടും ഒരു എസ്തറ്റിക് ലുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ചെടി കണ്ടോ? ഞാൻ ഈ ഒരു ചെടി എപ്പം എൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ വലിക്കാൻ നല്ല രസം കേട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കണം. അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ വലിക്കുക. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ ഒരു ചെടി വെച്ചിട്ട്, ചെടിയല്ല കേട്ടോ, ആ ഒരു ഇല വെച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്കിതിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കണ്ടെന്നറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെയാണ് വെളിച്ചം കൂടുതലുള്ളത് തോന്നുന്നു. സൂര്യൻ ഇങ്ങോട്ടാണ്. നല്ല ഗ്ലോ കണ്ടോ? സൂര്യൻ അടിക്കണത് കൊണ്ടാണ് കേട്ടോ ഇത്ര ഗ്ലോ. ഞാനിപ്പോൾ എവിടെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായ വല്ല പിടിയുണ്ടോ? ഞാനിപ്പോൾ ട്രാക്ടറിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇരുന്നാൽ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസിൽ കുറേ കിളികളൊക്കെ വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ചുറ്റും മരങ്ങളും, ചെറിയ കാട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം കേട്ടോ എന്താണ് ഇവിടെ ഉള്ളതെന്ന്. ഇതാ കണ്ടോ, ഇവിടെയാണ് മരത്തിൻ്റെ അടിയിലാണ് കേട്ടോ ട്രാക്ടർ നിർത്തിയിട്ടുള്ളത്. ഇവിടെ തന്നെ ഇതാ മാങ്ങയൊക്കെ അടുത്തന്നെ ഉണ്ട് കേട്ടോ. ഇതൊരു മാങ്ങ, അതൊരു മാങ്ങ, പിന്നെ ദാ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസം കേട്ടോ. നല്ല കാറ്റും നല്ലൊരു എന്താ പറയുക, അത് ഇരുന്നാൽ തന്നെ അറിയുള്ളൂ. പിന്നെ അടുത്ത് കാണുന്നതാണ് നമ്മുടെ അമ്പലം കേട്ടോ. വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലമാണ്. അവിടെയും വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുപോയി കാണിച്ചു തരുന്നതായിരിക്കും. അതാ ഒരാൾ വരുന്ന കണ്ടോ? ആരാണെന്നറിയോ? ആ ആൾ നമുക്ക് സ്നാക്സും കൊണ്ട് വരികയാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കാന്നുള്ളത്. അപ്പോൾ വീട്ടിൽ പോയി തപ്പിയ ടൈമിൽ പപ്പായ കിട്ടിയിട്ടോ. പപ്പായയും പിടിച്ച് വരുന്ന വരവാണ്. ചെറുതായിട്ട് എൻ്റെ അടുത്ത് പണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടക്കി. ഇതാണ്ടോ മാങ്ങയും പിടിച്ചിട്ടാണ് വരവ്. യെസ്, അപ്പോൾ നമുക്ക് പപ്പായ ഇവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതാ അവിടെ പപ്പായ തിന്നുകൊണ്ടിരിക്കുകയാണ്. കണക്കൊക്കെ മാറിയ പിന്നെ അപ്പം ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസം കേട്ടോ. പ്രത്യേകിച്ച് ചായ കുടിക്കാൻ നല്ല രസമാണ്. സൂര്യനെയും കാണാം. അവിടെ സൂര്യനും ഉണ്ട്. ഇവിടെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇപ്പം ഒന്നും കാറ്റ് ഒരു ഇല പോലും അനങ്ങണില്ല. കാറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കാറ്റ് നിന്നു. ഗൈസ്, നിങ്ങൾക്ക് ആ കുയിലിനെ കാണുന്നുണ്ടോ? അതവിടെ അവിടെ ഉണ്ടോ? നമുക്കൊന്ന് കൂക്കി നോക്കാം. കൊള്ളാലോ. ഈ സ്ഥലം അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ പോയാൽ കുളം എത്തും കേട്ടോ. അതാ കാണുന്നതാണ് കുളം. എനിക്ക് വേണ്ടി ഒരു കിളി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ.
ഒരു കിളി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കിളി എൻ്റെ ബാക്കിൽ ഓടി വരുന്നുണ്ട് കേട്ടോ. അമ്മേ, അപ്പോൾ വ്ലോഗ് എടുത്തെടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. ഒരു അടിപൊളി വ്യൂ ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് ആ വ്യൂ കേട്ടോ. എന്താണ് കൊന്ന. ഇപ്പോഴാണ് ഈ കൊന്നമരം ഇങ്ങനെ കാണാൻ കിട്ടുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഒന്നും കാണാൻ കിട്ടില്ല. വിഷു ആയിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് എല്ലാവരും വലിച്ച് ക്ലീൻ ആക്കി വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കോളം, നല്ല രസമില്ല, വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയേണ്ടത് എനിക്കറിയില്ല, പക്ഷെ നേരിൽ കാണാൻ അടിപൊളിയാണ്. ഗൈസ്, ഇവിടെ എല്ലാവരും ഇരുന്ന് കാറ്റ് കൊള്ളുകയാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്, നല്ല വ്യൂ ആണ്. ഇതാ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ, ചളിയൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ. പക്ഷെ ഇരുന്ന് കാറ്റുണ്ടാ? കാറ്റ് അടിപൊളി. ഇപ്പൊ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചൂട്ടത്ത് ഈ ഒരു കാറ്റ് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുളവും കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വ്യൂ. ബാക്കിലെ കുളം നല്ല രസമില്ലേ? ഇപ്പൊ ഒരു മഴ വരേണ്ട ഒരു സീനാണ് കേട്ടോ. മേഘമൊക്കെ കണ്ടോ, നല്ല രസം. ഇവിടെ ഇരിക്കാൻ അടിപൊളിയാണ്. ഞാൻ ബാക്കിലത്തെ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ അതാണ് കേട്ടോ, ഇതാണ് വ്യൂ. നല്ല അടിപൊളി വ്യൂ ആണ്. 2 കിളികൾ ഇരുന്ന് ഈ വ്യൂ ആസ്വദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ, ഇതാണ് വ്യൂ. ഇതിൽ ഇത്ര ഭംഗി നിങ്ങൾക്കറിയില്ല, പക്ഷെ നേരിൽ നല്ല ഭംഗിയാണ്. ഇതാണ്ടോ, ഇപ്പൊ മഴ വരുന്നാണ് തോന്നണത്. ഗൈസ്, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതിന്റെ മേലെ ഒന്ന് കയറണം എന്നുള്ളത് കേട്ടോ. ഇതാണ്ടോ, അവിടെ മൊത്തം ഇങ്ങനെ വൈക്കോൽക്കുണ്ടയാണ്. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. വീഴുമെന്നൊന്നും എനിക്കറിയില്ല, വീണാലും ചളിയിൽ തന്നെ വീഴുള്ളൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി നിൽക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നല്ല കുഴപ്പമില്ല, എന്നെ താങ്ങുന്നത്. നല്ല കാറ്റും നല്ല ഇതായിട്ട് വീണ അതിലേറെ നന്നായിരിക്കും. ഗൈസ്, കുട്ടിക്കാലത്ത് ആരൊക്കെ ഇത് വെച്ചിട്ട് കളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് അടുത്തേക്ക് വന്നിട്ട് എടുത്തിട്ടാണ് കുളത്തിൽ പോയിട്ട് ഇതിൽ വെള്ളമാക്കി കളിക്കാം. നല്ല രസമാണ് കേട്ടോ. ഇതിന്റെ പേര്, ഈ എല്ലാം പേരെന്താടി അറിയില്ല, എനിക്ക് കണിക്കൊന്ന വലിച്ചാലോ? ഇപ്പൊ വലിക്കാൻ പറ്റുമോന്ന് അറിയില്ല, പക്ഷെ ചെറിയൊരു രീതിക്ക് ചെറിയൊരു പൂ വലിക്കാൻ എനിക്കൊരു ത്വര. അപ്പൊ ഞാൻ വലിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോഴാണ് ഇത് കാണാൻ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചെറിയൊരു ഇതാ വലിക്കണുള്ളൂ. ഇതെനിക്ക് നല്ല രസമില്ലേ? സൂപ്പർ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈവനിങ് വ്ളോഗ് അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഇഷ്ടമായി എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുക. ടാറ്റാ, ബൈ ബൈ, ലവ് യു.